അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ലെവല് കൂടി തന്നെയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് തന്നെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. SCERT ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകള് നമ്മള് എല്ലാത്തിന്റെയും ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സ് വൈസ് ക്ലാസ്സുകൾ ചെയ്തിട്ടില്ല. നിങ്ങളിപ്പം നമ്മളത് ചെയ്യുന്നതായിരിക്കും, EVSന്റെ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം. സ്വന്തമായിട്ട് വായിച്ചിട്ട് അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്. നിങ്ങൾ സ്വയം വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യും, അത് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാം, കൂടുതൽ നിങ്ങൾ തന്നെ റെഫർ ചെയ്ത് തുടങ്ങാം. നമ്മൾ ഇത്രയും പാഠഭാഗങ്ങൾ പഠിച്ചു വരാൻ പറയും. ആ പാഠഭാഗങ്ങൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ആണ് കുറച്ച് ടഫ്. ഇംഗ്ലീഷിന്റെ മാത്സിന്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് ഈസി ആയിട്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാം, ആ പോർഷൻസ് എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ആ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഐഡിയ തരും കേട്ടോ. ഒന്നും പേടിക്കേണ്ട. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, നമ്മൾ ഏതാണോ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നത് അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ക്ലാസ് ഒക്കെ വരും കേട്ടോ. ഇംഗ്ലീഷ് മാത്സ് എല്ലാ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇന്ന് നമ്മൾ EVS ആണ് നോക്കുന്നത്. അപ്പൊ EVS എന്തൊക്കെ എവിടെയൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന 2024 നവംബറിൽ നടന്ന എക്സാം, അതായത് ഇപ്പൊ റിസൾട്ട് പബ്ലിഷ് ചെയ്ത എക്സാമിന്റെ EVS ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അപ്പം സിലബസിൽ നിന്ന് ചോദിച്ചത്, അതേപോലെ തന്നെ EVSന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങള്, നമ്മുടെ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വൈസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് പാർട്ട് സെറ്റ് C ആണ്. 2024 നവംബറിൽ നടന്ന ക്വസ്റ്റ്യൻ ആണ്. EVSന്റെ കാറ്റഗറി 1 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഭക്ഷ്യ ശൃംഖലയിലെ സസ്യാഹാരികൾ താഴെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്യണേ, ആൻസർ നോട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് ആൻസർ നോട്ട് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ A വിഘാടകർ, ഓപ്ഷൻ B തൃതീയ ഉപഭോക്താക്കൾ, ഓപ്ഷൻ C പ്രാഥമിക ഉപഭോക്താക്കൾ, ഓപ്ഷൻ D തൃതീയ ഉപഭോക്താക്കൾ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, നമ്മൾ 8ാം ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ്. അപ്പം ആൻസർ ഏതാണ്? അധിക സമയമൊന്നും ആവശ്യം ഉണ്ടാവില്ല, സസ്യാഹാരികൾ. ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് പറഞ്ഞോ. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന്. പ്രാഥമിക ഉപഭോക്താക്കൾ. ഓപ്ഷൻ C ആണല്ലേ, പ്രാഥമിക ഉപഭോക്താക്കളാണ് അല്ലെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ C, യെസ്, പ്രാഥമിക ഉപഭോക്താക്കളാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും അല്ലെ. അപ്പം ഇവിടെ സസ്യാഹാരികളാണ് കൊടുത്തത്. ഇനിയിപ്പോ സസ്യങ്ങൾ എന്ന് പറയുമ്പം അത് എന്താണ്? സസ്യങ്ങള്, ഒരു ഭക്ഷ്യ ശൃംഖലയിലെ സസ്യങ്ങളെ നമ്മള് എന്താണ് പറയാ? ഹരിത സസ്യങ്ങളെ എന്താണ് പറയാ? ഇത് പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയും. ഹരിത സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എന്തായിരുന്നു? പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദകർ എന്ന് കേട്ടിട്ടില്ലേ? ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ആദ്യം വരുന്നതാണ് അല്ലെ, ഫസ്റ്റ് വരുന്നതാണ് ആര്? ഹരിത സസ്യങ്ങള്. അവയെ നമ്മൾ ഉൽപാദകർ എന്ന് പറയും. സസ്യങ്ങളെ ഭക്ഷിക്കുന്ന ഫസ്റ്റിലത്തെ ആൾ ആരാണോ അവയെ നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയും. പിന്നെ സെക്കൻഡറി, ടേഴ്സറി, ലാസ്റ്റ് ആര് വരും? ലാസ്റ്റ് ആരാ വരിക? ഡീകമ്പോസേഴ്സ് ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർ വരും അല്ലെ. അപ്പം ഫസ്റ്റ് ലാസ്റ്റ് എന്നൊന്നുമില്ല,
ഫുള്ളായിട്ടൊന്ന് ഓർമ്മിച്ച് വെക്കുക. സസ്യങ്ങൾ വരുമ്പം അത് പ്രൈമറി ഉൽപാദകർ, പ്രൊഡ്യൂസേഴ്സ് ആണ്. ഫസ്റ്റ് ആരാണോ സസ്യങ്ങളെ ഭക്ഷിക്കുന്നത് അവരെ നമ്മൾ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയും. രണ്ടാമത്തവരെ ദ്വിതീയ ഉപഭോക്താക്കൾ, മൂന്നാമത് തൃതീയം, അറ്റ് ലാസ്റ്റ് ഡീകമ്പോസേഴ്സ് വരും. അപ്പം ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണിത്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെട്ട ഏകകോശ ജീവികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടം. ഇത് കുറച്ചൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വട്ടച്ചൊറി, വളം കടി, സോറിയാസിസ്. ഓപ്ഷൻ ബി ഡെങ്കിപ്പനി, കോളറ, ക്ഷയം. ഓപ്ഷൻ സി ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, ചിക്കൻ പോക്സ്. ഓപ്ഷൻ ഡി മലേറിയ, അമേബിക് ഡിസെൻട്രി, സ്ലീപ്പിംഗ് സിക്നസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ഇതല്ല എന്ന് മനസ്സിലാവുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ മിസ്സേ. ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ എ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഡി. എന്തായാലും ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം അല്ലെ. പിന്നെ 50-50 ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ആണ് മോസ്റ്റ്ലി കൺഫ്യൂസിങ് ആയിട്ടുള്ളത് അല്ലെ. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. മലേറിയ, അമേബിക് ഡിസെൻട്രി, സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. പലരും എയിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പം രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ച ചോദ്യമാണ് 62ാമത്തെ ചോദ്യം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിതോർജം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കാറ്റിൽ നിന്നുള്ള ഊർജം. ഓപ്ഷൻ ബി സൗരോർജം. ഓപ്ഷൻ സി പ്രകൃതിവാതകത്തിൽ നിന്നുമുള്ള ഊർജം. ഓപ്ഷൻ ഡി ഭൂതാപോർജം. അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം കേട്ടോ. ഹരിതോർജം, ഗ്രീൻ എനർജി. എന്താണ് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാല്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണോ, റിന്യൂവബിൾ ആണോ, അല്ലാത്തതാണോ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്? റിന്യൂവബിൾ. റിന്യൂവബിൾ ആണ് അല്ലെ. ഇപ്പം താഴെ കൊടുത്തിരിക്കുന്നതിൽ റിന്യൂവബിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി. എനർജി. ഓപ്ഷൻ ഓപ്ഷൻ ഡി. ജിയോ തെർമൽ എനർജി ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എയും ബിയും എന്തായാലും അല്ല അല്ലെ. ഓപ്ഷൻ ബിയും എയും നമുക്ക് എന്ത് ചെയ്യാം, കണ്ണും പൂട്ടി ഡിലീറ്റ് ചെയ്യാം അല്ലെ. പിന്നെ കൺഫ്യൂഷൻ ഉള്ളത് പ്രകൃതി വാതകത്തിൽ നിന്നുമുള്ള ഊർജം, എനർജി ഫ്രം നാച്ചുറൽ ഗ്യാസസ്. പിന്നെ ഭൂതാപോർജം. ഇവിടെ ഭൂതാപോർജം അല്ലെങ്കിൽ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മറ്റേതെന്താണ്, റിന്യൂവബിൾ ആണ് കേട്ടോ. ഇപ്പം റിന്യൂവബിൾ ആയിട്ടുള്ളതിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാണ്. റിന്യൂവബിൾ ആയിട്ടുള്ളത് ഒന്ന് ഓപ്ഷൻ എ ആണ് അല്ലെ, കാറ്റിൽ നിന്നുള്ള ഊർജം റിന്യൂവബിൾ ആണ്. സൗരോർജം റിന്യൂവബിൾ ആണ്. പിന്നെ വേറെ ഏതൊക്കെയാ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? കാറ്റ്, അതേപോലെ സൗരോർജം പോലെ തന്നെയുള്ള വേറൊന്നുണ്ടല്ലോ. ജലമില്ലേ, വെള്ളം. വെള്ളത്തിൽ നിന്ന്. യെസ്, വെള്ളം. അതായത് സോളാർ ഉണ്ട്, വിൻഡ് ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി. ദെൻ ജിയോ തെർമൽ എനർജി.
ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഗ്രീൻ എനർജിക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ അല്ലാത്തതായിട്ട് പറയുന്നത്. നമ്മൾ ഊർജ രൂപങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മുടെ സിലബസിലുണ്ട്. ആ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ഏതാണ്? നല്ലോണം ഓപ്ഷൻസ് വായിച്ചിട്ട് ഉത്തരം പറയാം കേട്ടോ. പെട്ടെന്ന് ചാടിക്കേറി ഉത്തരം പറയാതെ ജസ്റ്റ് ഓപ്ഷൻസ് വായിക്കുക, എന്നിട്ട് ഉത്തരം പറയാം കേട്ടോ. ഓപ്ഷൻ എ തടാകങ്ങൾ, നദികൾ. ഓപ്ഷൻ ബി ഹിമാനികൾ, ഹിമപാളികൾ. ഓപ്ഷൻ സി ഭൂഗർഭജലം, കിണർ. ഓപ്ഷൻ ഡി കിണറുകൾ, കുളങ്ങൾ. ഒരിക്കലും വായിച്ചാൾക്ക് ഇത് എളുപ്പമാണ്. ഇതുവരെ വായിക്കാത്ത കേൾക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് കൺഫ്യൂസിങ് ആവും. നോർമലി ഇന്നത്തെ കൺഫ്യൂഷൻ ഒന്നും കുഴപ്പമില്ല. നിങ്ങളൊന്ന് പറഞ്ഞേ, തെറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. പറഞ്ഞോ, ഒത്തിരി പേരുണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ. പറഞ്ഞോ, നിങ്ങൾ ഒട്ടും തെറ്റാണോ എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് എന്ത് വിചാരിക്കും ആ രീതിയിൽ കരുതണ്ട. ആൻസർ പറഞ്ഞോളൂ. ഓപ്പൺ ഡിസ്കഷൻ. ഓപ്ഷൻ ഓപ്ഷൻ ഡി പറയുന്നവരുണ്ട്, ബി പറയുന്നവരുണ്ട്. നോർമലി ഇവിടെ നമുക്ക് ഇതുവരെ ഈ ഒരു ഏരിയ കവർ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കിണറുകൾ കാണുമ്പം ആ ഒരു ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ രീതിയിൽ പറഞ്ഞവരുണ്ടാവാം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഹിമാനികൾ, ഹിമപാളികൾ എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. നമ്മുടെ എർത്തില് 97% എന്താണ്? 97% എന്താണ്? നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കടലിൽ ഉപ്പുവെള്ളം, അതായത് ശുദ്ധജലത്തിന്റെ ഫോമിലുള്ള ഓൺലി 3% മാത്രമേ എന്തുള്ളൂ, ശുദ്ധജലത്തിന്റെ ഫോമിലുള്ളൂ. ആ 3%-ല് 68% നമ്മുടെ ഓപ്ഷൻ ബി ആയ ഹിമാനികൾ, ഹിമപാളികൾ അല്ലെങ്കിൽ ഗ്ലേസിയേഴ്സ് ആൻഡ് ഐസ് ക്യാപ്സ് ഫോമിലാണ് ഉള്ളത്. അതായത് നമ്മുടെ മഞ്ഞുപാളികളിൽ, ഹിമാനികളിലൊക്കെയാണ് ഈ 68% സ്ഥിതി ചെയ്യുന്നത്. ബാക്കി വരുന്ന 30% മാത്രമേ നമുക്ക് എവിടെ കാണാൻ പറ്റുള്ളൂ, നമ്മുടെ ഭൂഗർഭജലത്തില് കാണാൻ പറ്റുള്ളൂ. അതിന്റെ കുറച്ച് മാത്രമേ കിണറുകളിലെ, കുളങ്ങളിലേക്കൊക്കെ വരുന്നത്. അതായത് അറ്റ്മോസ്ഫിയർ, കിണറുകളിലെ, കുളങ്ങളിലൊക്കെ ഹിമാനികളെ കമ്പയർ ചെയ്തപ്പോൾ കുറഞ്ഞ പെർസെന്റേജിൽ മാത്രമേ എന്തുള്ളൂ, ശുദ്ധജലമുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ടോട്ടൽ എടുക്കുമ്പോൾ 97% എന്താണ്, ശുദ്ധജല ഫോമിലല്ല. ഓൺലി 3% ഓഫ് വാട്ടർ ഈസ് ഓൺലി ഇൻ പ്യൂർ ഫോം. ആ പ്യൂർ ഫോമിലുള്ള 3%-ല് 68% ഏതിലാണ്, ഹിമാനികളിലും ഹിമപാളികളിലുമാണ്. ആ 68 കഴിഞ്ഞ് ബാക്കി വരുന്ന ഏകദേശം 30%-ഓളം ഭൂഗർഭജലം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ആണ്. ബാക്കി വരുന്ന 68-ഉം 30-ഉം കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രയായി എന്നുള്ളത് അല്ലെ, 98-ഓളായി. ബാക്കി 2% മാത്രമേ ബാക്കിയുള്ള സോഴ്സുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പം ഡീപ്പായിട്ട് മനസ്സിലാക്കി വെക്കുക. 68%-ഓളം ഹിമാനികളിലും ഹിമപാളികളിലും മഞ്ഞുപാളികളിലൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു SCERT നമ്മുടെ ചാപ്റ്ററിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ആസ്ഥാനം തിരുവനന്തപുരം. ഓപ്ഷൻ ബി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തൃശൂർ. ഓപ്ഷൻ സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. ഓപ്ഷൻ ഡി കാർഡമൻ റിസർച്ച് സ്റ്റേഷൻ, വയനാട്. ഇവിടെ നിങ്ങളൊന്ന് ഓർക്കാം, ഇതില് തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. തെറ്റായ ജോഡി ഏതാണ്?
ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. തെറ്റായ ജോഡിയാണ് ചോദിച്ചത്. അതായത് ശരിയായ ജോഡിയാണ് ചോദിച്ചത്. ഒറ്റൊന്ന് മാത്രമേ ശരിയുള്ളൂ. അതേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി പറയുന്നുണ്ട്. ഇവിടെ ആൻസറിൽ മാർക്ക് ചെയ്ത് നോക്കണ്ട കേട്ടോ. അവര് തെറ്റോ ശരിയോ നോക്കണ്ട. അപ്പൊ നമുക്ക് നോക്കാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോ അത് കിലയാണ് കേട്ടോ. കില നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ലോക്കൽ സെൽഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ സ്ഥലമാണ് കില എന്ന് പറയുന്നത്. കിലയുടെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണോ? കിലയുള്ള ജില്ലക്കാർ ചിലപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ. കിലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് കേട്ടോ. അപ്പൊ ഇത് തെറ്റായ ജോഡിയാണ്. ഇത് തെറ്റാണ്. കില തെറ്റാണ്. കില തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരാണോ? കോട്ടയം. എവിടെയാണ്? ആരോ പറഞ്ഞല്ലോ ഇപ്പോ. കോട്ടയം. യെസ്, കോട്ടയമാണ് അല്ലെ. അപ്പം ഇതും തെറ്റാണ്. രണ്ടാമത്തതും തെറ്റാണ്. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഓക്കെ, അതവിടെ നിൽക്കാം. പലർക്കും അറിയായിരിക്കും, നമ്മളെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ. കാടമം റിസർച്ച് സ്റ്റേഷൻ എവിടെയായിരിക്കും? കാടമം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്ടിലാണോ അല്ലാതെ വേറെ ഏതെങ്കിലും ജില്ലയുണ്ടോ? അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഞാൻ തന്നെ പറയാം. ഓപ്ഷൻ സി ആണ്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണ്. അത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. കാടമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വയനാട്ടിലല്ല, അത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ SCERT-ല് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ട് ആണ്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ ഹെഡ് കോഡ്സും ഉള്ളതുണ്ട്. കൃത്യമായിട്ട് നമ്മളത് പഠിക്കണം. ഇതല്ലാതെ നമുക്ക് വേറെയും പഠിക്കാനുണ്ട്. അപ്പം അത് തെറ്റായ ജോഡികള്, ശരിയായ ജോഡികള്, മാച്ച് ദ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം ഈ തന്നിട്ടുള്ളത് നിങ്ങൾ ഇപ്പൊ പഠിച്ചു നോക്കുക. കിലയുടെ ആസ്ഥാനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അത് തൃശ്ശൂരാണ്. പ്രോപ്പർ പറഞ്ഞാൽ മുളങ്കുന്നത്ത് കാവ് എന്ന് പറയും. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കോട്ടയമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അത് കോഴിക്കോടാണ്. കാടമ റിസർച്ച് സ്റ്റേഷൻ അത് വയനാട് ജില്ലയില് അല്ല, സോറി, ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വർഷത്തിൽ എത്ര സമരാത്ര ദിനങ്ങൾ ഉണ്ടാകുന്നു? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഇത് സോഷ്യൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എത്ര സമരാത്ര ദിനങ്ങളുണ്ട്? ഓപ്ഷൻ കറക്റ്റ് ബി ആണ് കേട്ടോ. 2 സമരാത്ര ദിനങ്ങളാണ് ഉണ്ടാകുക കേട്ടോ. ഇത് നിങ്ങള് ഇത് ജസ്റ്റ് പഠിക്കേണ്ടതാണ്. കാരണം നമ്മുടെ രാത്രിയുടെ ദൈർഘ്യം, പകലിന്റെ ദൈർഘ്യം എപ്പോഴും ഒരുപോലെയാണോ? എപ്പോഴും പകല് 12 മണിക്കൂർ, രാത്രി 12 മണിക്കൂർ, അങ്ങനെയാണോ നമുക്ക് അനുഭവപ്പെടാറ്? അല്ല. അല്ല. ചില സമയങ്ങളിൽ പകലിന്റെ ദൈർഘ്യം കൂടുതലായിരിക്കും, ചില സമയം പകലിന്റെ ദൈർഘ്യം കുറവായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് പ്രതിഭാസങ്ങളിലുണ്ട് അല്ലെ. അതായത് ഭൂമിയുടെ ഭ്രമണത്തിന്റെ ആ ഒരു പരിണിത ഫലമായിട്ട് നമുക്ക് രാത്രിയും പകലും അനുഭവപ്പെടുന്നു.
അപ്പം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തിന്റെ ആ ഒരു കണക്കിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലെ. ചില സമയങ്ങളിൽ രാത്രിയും പകലും സെയിം ആയിരിക്കും. അങ്ങനെ വരുന്ന സമയമുണ്ട്. ദീർഘം പകലുള്ള സമയം വരുന്നുണ്ട്. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പം എത്ര സമരാത്ര ദിനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 2 കറക്റ്റ് ആൻസർ. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. മാർച്ച് 23, സെപ്റ്റംബർ 21, അതിന്റെ ഒക്കെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ. റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം. ഓപ്ഷൻ എ ഓംസ് നിയമം, ഓപ്ഷൻ ബി ന്യൂട്ടന്റെ 1-ാം ചലന നിയമം, ഓപ്ഷൻ സി ന്യൂട്ടന്റെ 2-ാം ചലന നിയമം, ഓപ്ഷൻ ഡി ന്യൂട്ടന്റെ 3-ാം ചലന നിയമം. എന്തൊരു എല്ലാവർക്കും ഏകദേശം ഒരു അറിയുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഏതാണ് റോക്കറ്റ് വിക്ഷേപണത്തില്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് അല്ലെ, ന്യൂട്ടന്റെ 3-ാമത്തെ ചലന നിയമമാണ് അല്ലെ. എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും. അതായത് എല്ലാത്തിനും അതിന് ഒരു തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാവുന്നതാണ് ന്യൂട്ടന്റെ 3-ാമത്തെ ചലന നിയമം പറയുന്നത്. അപ്പൊ റോക്കറ്റ് വിക്ഷേപണമൊക്കെ ന്യൂട്ടന്റെ 3-ാം ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയ ആണ് ഹരിതഗൃഹ പ്രഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്. ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം കേട്ടോ. അല്ലാത്തത്. ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ സി മീഥെയ്ൻ, ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. ഇതിൽ ഏതാണ് ഹരിതഗൃഹ വാതകം അല്ലാത്തത്? ഏതായിരിക്കും? ഒന്ന് ഗസ്സെങ്കിലും പറഞ്ഞേ. ചില ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, കണ്ണും പൊട്ടി ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്, ഇൻ കേസ് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ തന്നെ. കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹ വാതകമാണോ? കാർബൺ ഡൈ ഓക്സൈഡ്. അതെ. അതെ, അപ്പൊ അതല്ല. ഓക്കെ, ദെൻ നൈട്രസ് ഓക്സൈഡ് അല്ല. നൈട്രസ് ഓക്സൈഡ് ഹരിതഗൃഹ വാതകം അല്ല. അത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അത്ര കേട്ടിട്ടില്ല അല്ലെ. അപ്പൊ മീഥെയ്ൻ. മീഥേൻ ആണ്. മീഥെയ്ൻ ആണ്. കാർബൺ മോണോക്സൈഡ് ആണ്. അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ എ, ബി, സി 3 എന്താണ് ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമായി. നൈട്രസ് ഓക്സൈഡ് നമ്മൾ അത്രയും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡും മീഥെയ്നും ഒക്കെ നമ്മൾ എപ്പോഴും ഹരിതഗൃഹ വാതകം എന്നുള്ള ഫോമിൽ കേൾക്കാറുണ്ട്. പക്ഷെ നൈട്രസ് ഓക്സൈഡിനെ നമ്മൾ അത്രത്തോളം കേൾക്കാറില്ല. കാർബൺ മോണോക്സൈഡ് എന്തല്ല ഹരിതഗൃഹ വാതകം അല്ല കേട്ടോ. ആദ്യത്തെ 3 ആയിട്ടുള്ളത്. അല്ലാത്തത് കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് നമ്മൾ എവിടെയാണ്, നമ്മുടെ ഓസോൺ ലെയറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിള്ളൽ ഉണ്ടാക്കുന്നത് ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 69ാമത്തെ ക്വസ്റ്റ്യൻ പെഡഗോഗി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം എന്താണ്? പ്രക്രിയാബന്ധിത പഠനം എന്ന് പറഞ്ഞാൽ പ്രോസസ് ബേസ്ഡ് ലേണിംഗ് ആണ്. പ്രോസസ് ബേസ്ഡ് ലേണിംഗ്. ഓപ്ഷൻ എ പ്രശ്നം അനുഭവപ്പെടുക,
ഓപ്ഷൻ ബി പ്രശ്നത്തെ മുൻകാല അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുക. ഓപ്ഷൻ സി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഊഹം ഓർ പരികൽപ്പന രൂപീകരിക്കുക. ഓപ്ഷൻ ഡി പ്രശ്ന വിശകലനം നടത്തുക. അതായത് ഒരു പ്രോസസ് ബേസ്ഡ് ലേണിംഗില് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ബേസ്ഡ് ലേണിംഗില് ഫസ്റ്റ് സ്റ്റേജ് ഏതായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 ഓപ്ഷനിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് അല്ലെ. ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാലല്ലേ നമുക്ക് ബാക്കിയുള്ളത് നടത്താൻ പറ്റുള്ളൂ അല്ലെ. കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രശ്നം അനുഭവപ്പെടുക ഓർ എക്സ്പീരിയൻസിങ് ദ പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ 70. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നേത്ര വൈകല്യം ഏതാണ്? അതായത് നമ്മുടെ കണ്ണുമായിട്ട് ഐ ഡിഫക്ട്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡിസീസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ 2 ഹിന്റും കൊടുത്തിട്ടുണ്ട്. അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെട്ടിനയ്ക്ക് പിന്നിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നു. രണ്ടാമത്തത്, ഇത് പരിഹരിക്കാനായി നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. അപ്പൊ ഏതാണ് ഈ ഡിഫക്റ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദീർഘദൃഷ്ടിയാണോ? ഓപ്ഷൻ ബി ഹ്രസ്വദൃഷ്ടിയാണോ? ഓപ്ഷൻ സി അസ്റ്റിഗ്മാറ്റിസം ആണോ? ഓപ്ഷൻ ഡി ഗ്ലൂക്കോമയാണോ? റെട്ടിനയ്ക്ക് പിന്നിൽ പതിക്കുന്നു. ഓപ്ഷൻ എ ആണ് കേട്ടോ, ദീർഘദൃഷ്ടിയാണ് കേട്ടോ. ലോങ് സൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. അതായത് അടുത്തുള്ള വസ്തുക്കളിൽ നിന്നും റെട്ടിനയ്ക്ക് പിന്നിലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നു. പിന്നെ നമ്മളിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. ലോങ് സൈറ്റ് ആണ്, ദീർഘദൃഷ്ടിയാണ് കേട്ടോ. ഇനിയിപ്പോ ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ റെട്ടിനയ്ക്ക് മുന്നിലാണ് ഫോക്കസ് ചെയ്യുക. അതേപോലെ കോൺകേവ് ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഐ ഡിഫക്റ്റുമായിട്ട് ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 71. ദുരന്തങ്ങളെ അതിജീവിക്കാൻ നിർമ്മിക്കുന്ന ഷെൽട്ടറിന്റെ സവിശേഷതയിൽ പെടാത്തത് ഏതെന്നാണ് ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. എളുപ്പം നിർമ്മിക്കാൻ സാധിക്കുന്നു, മതിയായ വായു സഞ്ചാരം ഉള്ളത്, ചെലവ് കൂടുതൽ, ഘടനാപരമായി സമഗ്രതയുള്ളത്. ഒരു ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ എന്ന് തോന്നുന്ന ഓപ്ഷൻ ഏതാണ്? പെടാത്തതാണ് ചോദ്യം. ചെലവ് കൂടുതൽ അല്ലെ, കോസ്റ്റ് മോർ എന്നുള്ള ഓപ്ഷൻ ആണ് അല്ലെ. ദുരന്തങ്ങളെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? മതിയായ വായു സഞ്ചാരവും ഘടനാപരമായിട്ടുള്ള നല്ല സ്ട്രക്ചറലി ഇന്റഗ്രിറ്റിയും ഒക്കെ ആവശ്യമാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ചെലവ് കൂടുതൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. 2024 ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP29 സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ റിയോ ഡി ജനീറോ ബ്രസീൽ, ഓപ്ഷൻ ബി പാരീസ് ഫ്രാൻസ്, ഓപ്ഷൻ സി ടോക്കിയോ ജപ്പാൻ, ഓപ്ഷൻ ഡി ബാക്കു അസർബൈജാൻ. അപ്പം നമുക്ക് ഈ രീതിയിലുള്ള ജനറൽ ക്വസ്റ്റ്യൻസും ഇതിലേക്ക് കയറി വരാം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ബാക്കു അസർബൈജാൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 2024 ഐക്യരാഷ്ട്ര സഭ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ബാക്കു അസർബൈജാനിലാണ് കേട്ടോ. അപ്പം ഈ കാലാവസ്ഥ ഉച്ചകോടികള് ഇങ്ങനെയുള്ള കുറച്ച് G29 അങ്ങനെയുള്ള G20 ഒക്കെ എന്തുണ്ട് നമ്മൾ പഠിച്ച് വെക്കണം. അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ. സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ ശരിയായ ക്രമീകരണം. ഓപ്ഷൻ എ സൂര്യൻ, ഭൂമി, ചൊവ്വ, ബുധൻ, ശുക്രൻ, വ്യാഴം, യുറാനസ്, ശനി, നെപ്റ്റ്യൂൺ. ഓപ്ഷൻ ബി സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓപ്ഷൻ സി സൂര്യൻ, ബുധൻ, ഭൂമി, ചൊവ്വ, ശുക്രൻ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓപ്ഷൻ ഡി സൂര്യൻ, യുറാനസ്, നെപ്റ്റ്യൂൺ, ശുക്രൻ, ചൊവ്വ, ഭൂമി, ബുധൻ, വ്യാഴം, ശനി. അതായത് സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മളൊന്ന് കവർ ചെയ്യാത്ത ആൾക്കാരാണ്. ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഏനെ അതർ?
ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സൂര്യൻ, ബുധൻ, ഭൂമി, ചൊവ്വ, ശുക്രൻ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പല ഫോമിൽ എക്സ്പെക്ട് ചെയ്യാം. ഇത് സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി വേണമെന്നെങ്കിൽ നമുക്ക് വലുപ്പത്തിന്റെ ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന രീതിയിൽ, വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന രീതിയിൽ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓർഡർ പ്രതീക്ഷിക്കാം. ഈ ഒരു ഏരിയയിൽ നിന്നും എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറും ഉണ്ട്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയും കൂടിയാണിത്, ഈ ഒരു ഏരിയ. അടുത്തത് പെഡഗോഗിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ക്വിസ് ഒരു പഠന തന്ത്രമായി പരിസര പഠന ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്നതിന് അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻ എ, ടീച്ചർ പഠന വിഷയം നൽകി ചോദ്യങ്ങൾ നിർമ്മിച്ച് ക്വിസ് നടത്തുന്നു. ഓപ്ഷൻ ബി, ടീച്ചർ പഠന വിഷയം നൽകി ചോദ്യങ്ങൾ നിർമ്മിച്ചു നൽകി കുട്ടികളുടെ ഗ്രൂപ്പ് ക്വിസ് നടത്തുന്നു. ഓപ്ഷൻ സി, ടീച്ചർ നൽകുന്ന പഠന വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളും ചോദ്യങ്ങൾ നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നു. കുട്ടികളുടെ ഗ്രൂപ്പ് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ക്വിസ് നടത്തുന്നു. ഓപ്ഷൻ ഡി, ടീച്ചർ പഠന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിർമ്മിച്ചു ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നു. കുട്ടികളുടെ ഗ്രൂപ്പ് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ക്വിസ് നടത്തുന്നു. ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏകദേശം ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക എന്നുള്ളത്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് റൂം എന്ന് പറയുന്നത് നമുക്കറിയാം കുട്ടികളാണ് എല്ലാം അല്ലെ. ടീച്ചർ ഓൺലി എ ഫെസിലിറ്റേറ്റർ മാത്രമാണ് അല്ലെ. അപ്പം കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുന്നു, അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ടീച്ചറുടെ റോൾ അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. കുട്ടികൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വരിക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നു, ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നു. അടുത്തത് 75-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പരിസര പഠന യൂണിറ്റ് പൂർത്തിയായതിനു ശേഷം ടീച്ചർ പ്രസ്തുത യൂണിറ്റിന്റെ ആശയം പടം തയ്യാറാക്കാൻ നൽകുന്ന പ്രവർത്തനം ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ്? ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഏതാണെന്നുള്ളതാണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ. ഇവിടെ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു ഭാഗം പഠിച്ച അവിടെ നിങ്ങൾക്ക് 2 മാർക്കാണ്. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് സൈക്കോളജിയിലും ക്വസ്റ്റ്യൻ വരാം, നമുക്ക് ഇതിലും ക്വസ്റ്റ്യൻ വരാം. അപ്പം ഇവിടെ കറക്റ്റ് ഡെഫിനിഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ഏതാണ് എന്നുള്ളതായിരിക്കും ഡൗട്ട് അല്ലെ. ഓഫ് ആണോ, ആസ് ആണോ, ഫോർ ആണോ എന്നുള്ളതായിരിക്കും. ഒരു പാഠഭാഗം പഠിച്ചതിന് ശേഷം എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ? അസസ്മെന്റ് ഫോർ ലേണിംഗ്. അതായത് ഒരു പാഠഭാഗം, ഒരു ടേം, ഒരു പാഠം, ഒരു പ്രസ്തുത ഭാഗം പഠിച്ചതിന് ശേഷം ടീച്ചറെ വിലയിരുത്തുന്നതിനെ നമ്മൾ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്നാണ് പറയുക കേട്ടോ. പഠനത്തിനായുള്ള വിലയിരുത്തൽ വരുമ്പം നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സ് ടീച്ചർ നമ്മൾ ഇപ്പം ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം ആ ഭാഗത്തെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലാസ് റൂമിൽ തന്നെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് നടത്തുന്ന അസസ്മെന്റ് ആണ് എന്ത്, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു പാഠഭാഗം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഇയർ, അങ്ങനെ പ്രസ്തുത ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് വരിക, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്നാണ് പറയാ. ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഒരു ലെസൺ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ലെസൺ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കാര്യം കംപ്ലീറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന അസസ്മെന്റ് ആണ്
ഓഫ് ലേണിംഗ്. നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞില്ലേ, ഇയർ എൻഡിൽ നടക്കുന്ന എക്സാമുകള്, സെമസ്റ്റർ എക്സാമുകള്, അതൊക്കെ എന്താണ് സമ്മേറ്റീവിലാണ് വരിക, അല്ലെങ്കിൽ അസസ്മെന്റ് ഓഫ് ലേണിംഗിലാണ് വരിക. ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് നടത്തുന്ന അസസ്മെന്റ് ആണ് എന്ത് പറയാം, അസസ്മെന്റ് ഫോർ ലേണിംഗ് അല്ലെങ്കിൽ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഇനി വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കുട്ടികൾ സെൽഫ് അസസ്മെന്റ് നടത്തുന്നതാണ്. ഞാൻ എത്രത്തോളം ഇനിയും ബെറ്റർ ആക്കണം, ഞാൻ എത്രത്തോളം ഇനിയും പഠിക്കണം, അതായത് നമ്മുടെ പഠന പുരോഗതിയിൽ കുട്ടികൾ സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നതാണ് എന്ത്, അസസ്മെന്റ് ആസ് ലേണിംഗ് അല്ലെങ്കിൽ വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളത്. ക്ലാസ് റൂമിനിടയ്ക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ നടത്തുന്ന അസസ്മെന്റ് ആണ് എന്ത്, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി മാറിപ്പോവാൻ പാടില്ല. ഇത് മൂന്നും എന്താണ്, ഒരുമിച്ച് വരുന്ന കൺഫ്യൂഷൻ വരുന്ന ഭാഗം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും ക്വസ്റ്റ്യൻ വരും. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. സൈക്കോളജിയിലും അതേപോലെ തന്നെ ഇങ്ങനെ EVS-ലൊക്കെ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം. അപ്പൊ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓഫ് ലേണിംഗ് ആണ്, പഠനത്തെ വിലയിരുത്തലാണ്. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നട്ടെല്ലുള്ള ജീവി ഏതാണ്? കടൽ കുതിര, നക്ഷത്ര മത്സ്യം, കടൽ വെള്ളരിക്ക, കടൽ ചേന. ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, കടൽ കുതിരയാണ് കറക്റ്റ് കേട്ടോ. ഇത് നമ്മൾ SCERT-ൽ പറഞ്ഞ കാര്യം ആണ്. കടൽ കുതിര ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 77ാമത്തെ ക്വസ്റ്റ്യൻ. ജലസംഭരണ ശേഷി ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി മണൽ മണ്ണ്, ഓപ്ഷൻ സി ചെങ്കൽ മണ്ണ്, ഓപ്ഷൻ ഡി കളിമണ്ണ്. ഏതാണ്? ഇവിടെ നമ്മൾ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ഒരു മാർക്കിന് നമുക്ക് ചോദിക്കാറുണ്ട്. ഓരോ മണ്ണിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇതിൽ ജലസംഭരണ ശേഷി ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, കളിമണ്ണാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി കളിമണ്ണാണ് കറക്റ്റ് ആൻസർ. അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം കേട്ടോ, സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കാം. 4ാം ക്ലാസ്സിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ക്ലാസ് വിനിമയം ചെയ്യുന്ന ടീച്ചർ 1 മുതൽ 3 വരെ ക്ലാസ്സുകളിൽ കുട്ടി കൃഷിയുമായി ബന്ധപ്പെട്ട് നേടിയ ധാരണകൾ ഏതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്? ഓപ്ഷൻ എ ഉദ്ഗ്രഥിത സമീപനം, ഓപ്ഷൻ ബി ചാക്രികാരോഹണ സമീപനം, ഓപ്ഷൻ സി പ്രക്രിയാബന്ധിത സമീപനം, ഓപ്ഷൻ ഡി പരിസര ബന്ധിത സമീപനം. പരിസരബന്ധിത സമീപനം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കിയേ. 1 മുതൽ 3 വരെ ക്ലാസ്സുകളിൽ കുട്ടി കൃഷിയുമായി കറക്റ്റ് ഓപ്ഷൻ ബി അല്ലേ, ചാക്രികാരോഹണം. നമ്മൾ സ്പൈറൽ അപ്രോച്ച് പഠിക്കുന്നില്ലേ, അതായത് 1ല് പഠിച്ചതിനെ കണക്ട് ചെയ്ത് 2nd ക്ലാസ്സിൽ പഠിക്കുന്നു, അതുമായിട്ടുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ 3rd ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഒരു സ്പൈറൽ അപ്രോച്ച്. അപ്പം ഇവിടെ പാഠ്യപദ്ധതിയുടെ ചാക്രികാരോഹണ സമീപനമാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തത് 79ാമത്തെ ക്വസ്റ്റ്യൻ. വ്യത്യസ്ത ചെടികൾ വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിനെടുക്കുന്ന കാലയളവ് ഒരുപോലെയോ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക, കാലയളവാണ് കേട്ടോ. വ്യത്യസ്ത ചെടികൾ വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിനെടുക്കുന്ന കാലയളവാണ്. ഒരുപോലെയോ എന്ന പ്രശ്നം പരിഹരിക്കാൻ താഴെ പറയുന്നവയിൽ ഏത്
മാർഗമാണ് യൂസ് ചെയ്യുന്നത്? സംവാദം, ഫീൽഡ് ട്രിപ്പ്, ഗ്രൂപ്പ് ചർച്ച, പ്രോജക്റ്റ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് അല്ലേ? പ്രോജക്റ്റ്. പലരും ഫീൽഡ് ട്രിപ്പിലോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കാലയളവ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പ്രോജക്റ്റ് ആണ്. ഓക്കെ, അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ. അഗൈൻ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാൻ വായിക്കാം. കേരളത്തിന്റെ അതിരുകൾ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായ പഠന പ്രവർത്തനം. ഓപ്ഷൻ എ, കേരളത്തിന്റെ ഭൂപടം ഭിത്തിയിൽ തൂക്കിയിട്ട് അതിരുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഓപ്ഷൻ ബി, കേരളത്തിന്റെ ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ നിവർത്തി വെച്ച് അതിരുകൾ തിരിച്ചറിയുന്നു. ഓപ്ഷൻ സി, ജിക്സോ രീതി ഉപയോഗപ്പെടുത്തി അതിരുകൾ തിരിച്ചറിയുന്നു. ഓപ്ഷൻ ഡി, ഗ്ലോബ് ഉപയോഗിച്ച് അതിരുകൾ മനസ്സിലാക്കുന്നു. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എന്താ പറയാ, ലോജിക്ക് വർക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും? ഭൂപടം ഭിത്തിയിൽ തൂക്കിയിടലാണോ, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ദിശയിൽ നിവർത്തി വെക്കലാണോ, അല്ലെ ജിക്സോ ആണോ, അല്ലെ ഗ്ലോബ് ആണോ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ഡി. എനി അതർ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ഡി ഉണ്ട്, ബി ഉണ്ട്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? അപ്പൊ ഇവിടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. കേരളത്തിന്റെ ഭൂപടം നമ്മുടെ യഥാർത്ഥ ദിശയും ദിശ പഠിക്കുമ്പോൾ നമ്മൾ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ആ ഒരു പൊസിഷന്റെ ദിശ അറിയണ്ടേ. അപ്പൊ കറക്റ്റ് ദിശയിൽ നമ്മൾ ഭൂപടം വെച്ചിട്ട് ദിക്കുകൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ ലോജിക്കലി കുറച്ച് തിങ്ക് ചെയ്യുക എന്നുള്ളത്. അടുത്തത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 81ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്യൂണിക്കൾച്ചർ? സിമ്പിൾ ആണ്. തേനീച്ച വളർത്തലാണോ, മീൻ വളർത്തലാണോ, മുയൽ വളർത്തലാണോ, പട്ടുനൂൽ പുഴു വളർത്തലാണോ? സി. ഓപ്ഷൻ സി ആണ് അല്ലെ? നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട വരുന്ന ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഈ രീതിയിലുള്ള. തേനീച്ച വളർത്തലിനെ നമ്മൾ എന്താ പറയാ? തേനീച്ച. എപ്പിക്കൾച്ചർ. എപ്പിക്കൾച്ചർ. ഓക്കെ, കറക്റ്റ് ആണ്. മീൻ വളർത്തൽ? ഫിസിക്കൾച്ചർ എന്ന് കേട്ടിട്ടില്ലേ? ദെൻ ഓപ്ഷൻ ഡി, പട്ടുനൂൽ പുഴു വളർത്തൽ? സെറികൾച്ചർ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറെ ഇങ്ങനത്തെ ഫാമിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആ ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ്. അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ. എഗൈൻ 82, 83 ഒക്കെ എന്താണ്, പെഡഗോഗി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തെ കുറിച്ച് എന്നത് സൂചിപ്പിക്കുന്നത് ഏത് മേഖലയുടെ വികാസമാണ്? ഓപ്ഷൻ എ, മനോഭാവ മേഖല. ഓപ്ഷൻ ബി, വിജ്ഞാന മേഖല. ഓപ്ഷൻ സി, സർഗാത്മക മേഖല. ഓപ്ഷൻ ഡി, പ്രക്രിയാ മേഖല. ഇതിലെ പരിസരം, ഇവിടെ അറിവ് നേടലാണ് സൂചിപ്പിക്കുന്നത്. ഈ അറിവ് നേടുക എന്ന് പറയുന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് അല്ലെ? വിജ്ഞാന മേഖല അല്ലെങ്കിൽ നോളജ് ഡൊമൈൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 83ാമത്തെ ക്വസ്റ്റ്യൻ. അന്വേഷണാത്മക പഠന പ്രക്രിയയിൽ 5E താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ടീച്ചർ നടത്തുന്ന ഘട്ടം. കുട്ടികളുടെ സ്വന്തം ഭാഷയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക. ധാരണകൾക്ക് വിശദീകരണങ്ങൾ തേടുക. ആശയങ്ങളുടെ ക്രോഡീകരണത്തിന് വേണ്ട പിന്തുണ നൽകുക. അതായത് കുട്ടികൾക്ക് അവരുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം അവരുടെ ഭാഷയിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്ന സ്റ്റേജ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. എക്സ്പ്ലെയിൻ, എക്സ്പ്ലോർ, എൻഗേജ്, ഇവാലുവേറ്റ്. ഓപ്ഷൻ ബി.
ഓപ്ഷൻ ബി ആണോ? അതായത് അവർക്ക് അവരുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കുക. എൻഗേജ്. എൻഗേജ് ആണോ? നമ്മളൊരു കാര്യം ആശയങ്ങൾ പ്രകടിപ്പിക്കുമ്പം നമ്മൾ ആ ആശയത്തെ പറ്റി കൂടുതൽ പറയുക എന്നല്ലേ? ആ പറയുന്ന പ്രവർത്തനം ഏതാണ്? എക്സ്പ്ലെയിൻ അല്ലേ? അതായത് ആശയങ്ങളെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ ആണ് കറക്റ്റ്. അടുത്തത് 84-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രത്യേകതകൾ ഉള്ള കേരളത്തിലെ ജില്ല: പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് കർണാടകം, കേരളത്തിലെ മറ്റു 3 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നു. ഇതിൽ ഏതാണ്? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വയനാട്. ഇതില് നമുക്ക് കടലെന്ന് പറയുമ്പോൾ തന്നെ നോക്കാം ഏതാണ്. കാസർഗോഡാണോ, കണ്ണൂരാണോ, കോഴിക്കോടാണോ, വയനാടാണോ? കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ ഓർ കാസർഗോഡ്? കണ്ണൂരാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത് 85. ഇതും നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. താഴെ പറയുന്ന സൂചകങ്ങൾ ഉപശേഷികളായി വരുന്ന പ്രക്രിയാശേഷി ഏതാണെന്നാണ്. വസ്തുക്കൾ, സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയെ തിരിച്ചറിയുന്നു, സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തുന്നു, സവിശേഷതകൾ കൃത്യമായി വിശദീകരിക്കുന്നു, ഒന്നിലധികം ഇന്ദ്രിയങ്ങൾ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നു. നിഗമനത്തിലെത്തുന്നതിനാണോ, ആശയവിനിമയം ചെയ്യുന്നതിനാണോ, നിരീക്ഷണത്തിനാണോ, വർഗീകരണത്തിനാണോ? അപ്പൊ ഈ താഴെ പറയുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട് അല്ലെ? ഈ സ്കില്ലുകൾ ഉപയോഗിക്കുന്ന പ്രക്രിയാശേഷികൾ ഏതാണെന്നാണ്. നിരീക്ഷണം. ഓപ്ഷൻ സി നിരീക്ഷണമാണ് അല്ലെ? ഓപ്ഷൻ സി നിരീക്ഷണം. നിരീക്ഷണത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നുണ്ട്, അവ തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, ആ സവിശേഷതകൾ കൃത്യമായി വിശദീകരിക്കാൻ പറ്റുന്നുണ്ട്. ഈ നിരീക്ഷണത്തിന് നമ്മൾ ചിലപ്പം കണ്ണ്, കാത്, ഒന്നിലധികം ഇന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നിരീക്ഷണം. ഇനിയും 86-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ അന്നജം കൂടുതലുള്ള ആഹാര പദാർത്ഥം: മുട്ട, തിന, കോഴിയിറച്ചി, മോര്. പ്രോട്ടീൻ, സോറി, അന്നജം സ്റ്റാർച്ച് ആണ് കേട്ടോ. പ്രോട്ടീൻ അല്ല, മാംസ്യമല്ല, സ്റ്റാർച്ച് ആണ് കേട്ടോ. ഏതിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. തിനയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളത്. അടുത്തത്, ഇത് നമ്മളെ പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നിന്റെ അന്നജം, പ്രോട്ടീന്, സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ്സ്, ഇത് കൂടിയ ആഹാര പദാർത്ഥങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആ ഏരിയയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്തത് 87-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? മത്തി, കരിമീൻ, അയല, ചെമ്മീൻ. ഏതാണ് സംസ്ഥാന മത്സ്യം? ഏതാണ് സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരള? ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഓപ്ഷൻ ബി കരിമീനാണ് കേട്ടോ. കരിമീനാണ്. അപ്പം കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. യെസ്, മലമുഴക്കി വേഴാമ്പലാണ് അല്ലെ? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം? കടുവ. കേരളത്തിന്റെ, ഇന്ത്യയല്ല, കേരളം. ഇന്ത്യ ഓക്കെ, കടുവയാണ്. കേരളം
ആന. ഓക്കെ, ആന. മാറിപ്പോയതാണ്, കുഴപ്പമില്ല. ആനയാണ് അല്ലെ. ദെൻ ഫ്ലവർ ഏതാണ്? കണിക്കൊന്ന. കഴിഞ്ഞു. കണിക്കൊന്നയാണ് അല്ലെ. ദെൻ വൃക്ഷം ഏതാണ്? ആല്. ഏതാണ്? കോക്കനട്ട്. കോക്കനട്ട് ആണ് അല്ലെ, തെങ്ങാണ് അല്ലെ. നമ്മള് ബട്ടർഫ്ലൈ അറിയോ? കേരളത്തിന്റെ ഔദ്യോഗിക ബട്ടർഫ്ലൈ ബുദ്ധമയൂരിയാണ് കേട്ടോ. അതേപോലെ എന്താ ഉള്ളത്? കേരളത്തിന്റെ ഔദ്യോഗിക ഡാൻസ് ഫോം ഏതാണ്? കലാരൂപം? മോഹിനിയാട്ടം. തെറ്റിപ്പോയി, കഥകളിയാണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ നിങ്ങൾ പഠിച്ചു വെക്കണം, കഥകളിയാണ്. കഥകളിയുണ്ട്. ബട്ടർഫ്ലൈ പറയുമ്പം ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. വൃക്ഷം തെങ്ങാണ്. ഫ്ലവർ കണിക്കൊന്നയാണ്. മത്സ്യം കരിമീനാണ്. ബേർഡ് എന്ന് പറയുന്നത് മലമുഴക്കി വേഴാമ്പലാണ്. പിന്നെ ആന, എലിഫന്റ് ഔദ്യോഗിക ആനിമൽ ആണ് കേട്ടോ. പിന്നെ അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ. തെറ്റായ ജോഡി ഏതാണ്? ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, ഓപ്ഷൻ സി മാർച്ച് 22 ലോക വനദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. ഇതിലെ തെറ്റായ ജോഡി ഒന്ന് തെറ്റാണ്, അതേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കേട്ടോ. മാർച്ച് 22 ലോക വനദിനം എന്നുള്ളതാണ് തെറ്റായത്. മാർച്ച് 22 വനദിനമല്ല, ലോക ജലദിനമാണ് കേട്ടോ. ലോക ജലദിനമാണ് മാർച്ച് 22. അപ്പം എപ്പോഴാണ് വനദിനം? മാർച്ച് 21. യെസ്, മാർച്ച് 21 അല്ലെ. വനദിനം എന്ന് പറയുന്നത് മാർച്ച് 21. മാർച്ച് 22 ജലദിനമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് കൊടുത്തതാണ്. ബാക്കി 22 ലോക ഭൗമദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്, സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആണ് അല്ലെ. ഓക്കെ, അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ. പൊള്ളലേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഏതാണ്? ഓപ്ഷൻ എ ഉപ്പുവെള്ളത്തിൽ കഴുകുക, നെയ്യ് പുരട്ടുക. ഓപ്ഷൻ സി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഓപ്ഷൻ ഡി 10 മുതൽ 15 മിനിറ്റ് വരെ സാധാരണ ജലം ഒഴിക്കുക. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് അല്ലെ. നമുക്ക് പറ്റുന്നതാണ് അല്ലെ. നമ്മള് വേറൊരു വസ്തുക്കളും പുരട്ടരുത് എന്നാണ് ഇപ്പം നമ്മൾ വേസ്റ്റ് അങ്ങനെയുള്ള ഫോംസ് പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ എത്രത്തോളം അതിലൊക്കെ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് കൂടുതലാണല്ലേ എല്ലാം. അപ്പൊ അങ്ങനത്തെ വസ്തുക്കളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ എന്താണ് 10 മുതൽ 15 വരെ അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമ്മൾ ടാപ്പ് തുറന്നിട്ട് കഴുകുക എന്നുള്ളതാണ് പൊള്ളലേറ്റാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കുമിൾ ചെടിയുടെ വിഭാഗത്തിൽ പെടുന്ന ചെടി ഏതാണ്? നിശാഗന്ധി എപ്പിഫില്ലം, ഓപ്ഷൻ ബി ഇലമുളച്ചി ബ്രയോഫില്ലം, ഓപ്ഷൻ സി കറിവേപ്പ്, ഓപ്ഷൻ ഡി പേരക്ക. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ബ്രയോഫിലം ഇലമുളച്ചിയാണ് അല്ലെ. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് EVSൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? ഇത് അറ്റൻഡ് ചെയ്തവര് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പം അല്ലാത്തവര് കോമൺലി ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോ ഏരിയന്നും കൃത്യമായിട്ട് നമുക്കറിയാം ഏതൊക്കെ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന്. അപ്പൊ എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യമായിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങള് മാർക്കൊന്ന് കമന്റ് ചെയ്ത് ഒന്ന് പെട്ടെന്ന്. കുറഞ്ഞവര് കമന്റ് ചെയ്യാണ്ടൊന്നും നിൽക്കണ്ട, നമുക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്,
SCRT പ്രാധാന്യം, അതേപോലെ തന്നെ നമ്മുടെ EVSന്റെ DLED, അതുപോലെ ടെക്സ്റ്റ് ബുക്കുകള്, അതൊക്കെ റെഫർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പല മാർക്കുകളുണ്ട്. 10 മുതൽ 20 വരെയുള്ള മാർക്കുകളാണ് ഞാനിപ്പോ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ?